ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. സെൽഫ് കെയർ നമ്മുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക ആളുകളും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഏരിയ ആണല്ലോ സെൽഫ് കെയർ എന്ന് പറയുന്നത്. നമ്മുടെ ഫാമിലിയിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണല്ലേ. പക്ഷേ നമ്മുടെ കാര്യം വരുമ്പോഴോ പോട്ടെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുക എന്നെല്ലാം നമ്മൾ ചിന്തിക്കുന്നു. നമുക്ക് നമ്മളെയും കെയർ ചെയ്ത് സെൽഫ് കെയർ ചെയ്ത് മുന്നോട്ട് പോകാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫുഡിൻ്റെ കാര്യം തന്നെയാണ്. വാട്ടറും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എന്തൊക്കെ കഴിക്കുന്നുവെന്ന് നാം ചെക്ക് ചെയ്യാറുണ്ടോ? വിറ്റാമിൻസും മിനറൽസും അടങ്ങിയവ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ടോ? ഡെയിലി ഒരു വെജിറ്റബിൾ എങ്കിലും കഴിക്കുമെന്ന് നാം തീരുമാനിക്കുക. അതുപോലെ ഡെയിലി ഫ്രൂട്ട്സ് കഴിച്ചില്ലെങ്കിലും 1-2 ദിവസമെങ്കിലും നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് വർക്കൗട്ട്. ഡെയിലി കുറച്ച് സമയമെങ്കിലും നടക്കുക. അറ്റ്ലീസ്റ്റ് വീടിൻ്റെ ചുറ്റും എങ്കിലും ഒരു 10 സ്റ്റെപ്പ് 20 സ്റ്റെപ്പ് അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ ഒരു 100 സ്റ്റെപ്പ് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ദൂരത്തിൽ ഓടാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ബോഡി എല്ലാ ദിവസവും നമ്മൾ മൂവ് ചെയ്യിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നത് നാം ഡിപ്രസ്സായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചെടിയുടെ അടുത്തേക്കൊന്ന് നടന്നു നോക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിന് വളം ഇട്ട് കൊടുക്കുക, ആ പൂക്കളെയൊക്കെ ഒന്ന് തൊട്ട് നോക്കുക, മണത്ത് നോക്കുക. നേച്ചറുമായി നമ്മൾ ഒരുപാട് അടുക്കാൻ ശ്രമിക്കുക എന്നതാണ്. നമുക്കായി മാത്രം നാം എന്തൊക്കെ ചെയ്യുന്നു എന്ന് ചിന്തിക്കുക. നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. നമുക്ക് വേണ്ടി കറക്റ്റ് ചെയ്യുക. നമ്മുടെ ശരീരത്തിനെ നമ്മളല്ലാതെ വേറെ ആരാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക? നമ്മുടെ മനസ്സമാധാനത്തിന് എന്താണോ വേണ്ടത് അത് കണ്ടുപിടിക്കുക. നമ്മളെ കെയർ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക. അത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഇപ്പം സോഷ്യൽ മീഡിയയിൽ പോലുള്ള സ്ഥലങ്ങളിലും ഫോണിൻ്റെ യൂസേജൊക്കെ നമുക്ക് ഒന്ന് നിയന്ത്രിക്കാവുന്നതാണ്. അതുപോലെ മെൻ്റൽ ഹെൽത്തിന് പറ്റിയ ഒന്നാണ് കാം കോർണർ കണ്ടെത്തുക എന്നത്. ഡെയിലി കുറച്ച് സമയം നമുക്ക് വേണ്ടി വെറുതെ ഇരിക്കുക, ചിന്തകളെ വെറുതെ ചിന്തിച്ചു വിടുക എന്നത്. ചിന്തിച്ച് കാട് കയറുന്ന കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ ലൈഫിൽ എത്ര പ്രാധാന്യം നൽകുന്നു എന്നുള്ള ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ സെൽഫ് കെയർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.